യെരുസലേമിൽ ആട്ടുവാതിൽക്കൽ 5 മണ്ഡപങ്ങളുള്ള ബെഥേസ്ത എന്നൊരു കുളം. ആ കുളത്തിൽ നാനാവ്യാധിക്കാർ അതിന് ചുറ്റും കിടപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ദൂതൻ ഇറങ്ങി ഈ കുളമൊന്ന് കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആളിന് സൗഖ്യം വരും. ഇതാണ് കാര്യം. പക്ഷെ പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചിട്ട് ഇങ്ങനൊരു കുളമോ ഇങ്ങനൊരു അത്ഭുതമോ ഇങ്ങനൊരു ദൂതം കലക്കുന്നതോ ഒന്നും വായിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് ഇടയ്ക്ക് എവിടെയോ തുടങ്ങിയൊരു കലക്ക. മനസ്സിലായില്ലേ? ഏതോ ഒരു ടൈമിൽ ഉൽപ്പത്തി എഴുതുമ്പോഴോ മലാക്കി എഴുതുന്നിടം വരെ ദൂതനിങ്ങനെ കുളമുണ്ട്, അവിടെ ഇറങ്ങി കലക്കുകയോ ആളുകൾ ചാടി സൗഖ്യമാകുകയോ ചെയ്യുന്ന പതിവില്ല. അപ്പം പിന്നെന്താ വിഷയം? നിങ്ങളത് ആഴത്തിൽ വായിക്കണം. ഈ ദൂതൻ കലക്കുന്നതും ആളുകൾ സുഖപ്പെടുന്നതുമായ കാര്യം ദൈവപുരുഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രാക്കറ്റിലാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? അങ്ങനെ അവർ കരുതി വന്നു, അത് പറയാനാ. നമുക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ഇതേ ഒരന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ് ഈ ബെഥേസ്ത. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ വന്ന് കിടക്കുക. അവരിൽ ഓരോരുത്തൻ ഇങ്ങനെ ചാടുമ്പോൾ 38 വർഷമായിട്ടൊരു മനുഷ്യൻ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യുക്തി മനസ്സിലാവുന്നില്ല. സംഘാടകർ ഒരു ടോക്കൺ കൊടുത്താൽ നാളെ ക്രമം അനുസരിച്ച് ചാടാം, ഈസിയാണ് ഇവൻ്റെ കാര്യം പരിഹരിക്കാൻ. അവനെ പരിചയം വരുമല്ലോ. 38 വർഷം കണക്കനുസരിച്ച് അവനും യേശുവും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. യേശുവിന് 33 വയസ്സാണെങ്കിൽ അവന് 38 വർഷമായിട്ട് ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ യേശു ജനിക്കുന്നതിൻ്റെ 5 കൊല്ലം മുമ്പ് ആശാൻ ഇവിടെ കിടക്കുകയാണ്. യെരുസലേമിൽ എത്ര മനുഷ്യർ വരുന്നു, എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇത് നേരാണെങ്കിൽ ഒരു ടോക്കൺ കൊടുത്താൽ മതി. അല്ല, ഇത് ഏത് ദൂതനായി കലക്കുന്നത്? തന്നെ ഈ ദൂതന് പോലും ഒരു മനസ്സിലുമില്ലേ. ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ആദ്യം ഇറങ്ങുന്നവനാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ 38 വർഷത്തിനിടയ്ക്ക് ഒരു 2-3 പേർ ഒന്നിച്ച് ചാടിയാൽ കിട്ടുമോ? അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് കുട്ടികൾ ചാടുന്ന പോലെ ചാടിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ദൂതന് കൺഫ്യൂഷനാകും. അപ്പം ഇതെന്താണെന്ന് അറിയണ്ടേ? ഈ പദത്തിൻ്റെ അർത്ഥം ബെഥേസ്ത, ദയയുടെ ഭവനം എന്നാണ്. ഇതേ ഒരു തരം തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു തരം വ്യവസായമാണ് ഇവിടെ കണ്ടത്. നടത്തുന്ന ഒരു പ്രചരണമാണ് കണ്ടത്. ഇന്നും ലോകത്ത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വഴിപാടിടങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഇത്തരമൊരു പബ്ലിസിറ്റിയിലാണ്. അവർ പറയും അവിടെ ഭയങ്കര അനുഭവം നടക്കുന്നു, അവിടെ ഭയങ്കര മാറ്റം നടക്കുന്നു, അല്ലെങ്കിൽ ഇന്നടുത്ത പ്രാർത്ഥനയ്ക്കാണ് സവിശേഷത കൂടുതൽ, അല്ലെങ്കിൽ ഇന്നടുത്ത് ധ്യാനമിരിക്കാൻ പോയാൽ അത് ക്രൈസ്തവവും അക്രൈസ്തവവുമായ ഒട്ടേറെ ഇത്തരം സ്ഥാപനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നത് ഈ ടെസ്റ്റിമണിയിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ്. നിങ്ങൾ പറയുക അവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, പോകുന്നവർക്കെല്ലാം സൗഖ്യമുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ആളിനോട് ചോദിക്കുക, ചേട്ടൻ അവിടെ ചെന്നിട്ട് വല്ല മാറ്റമുണ്ടോ? കാരണം പുള്ളിയും രോഗിയാ, മാറ്റമൊന്നുമില്ല. ഇദ്ദേഹത്തിനും ഒരു സാക്ഷ്യം എടുത്തു പറയാനില്ല. നിങ്ങൾക്ക് ഈ കുളത്തിൻ്റെ പരിസരം മനസ്സിലാകും. മലീമസമായി കിടക്കുക, അവിടെ വഴിപാട് സാമഗ്രികൾ വിറ്റഴിക്കുക, സന്നദ്ധ സംഘടനകൾ അവിടെ നിൽക്കുക, അവർ പലരുടെ കാര്യം കൈകാര്യം ചെയ്യുകയാണ്. അവിടെ വന്നു വീഴുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. എല്ലാ തരത്തിലും ഇതൊരു വ്യവസായശാല പോലെ ഇത് വർത്തിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയണ്ടേ? യേശു കർത്താവ് ഒരിക്കലെങ്കിലും ഈ കുളത്തെ അക്സെപ്റ്റ് ചെയ്ത് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? തൻ്റെ ദൂതനെ അവിടെ അയക്കുന്നത്, അതുകൊണ്ട് തൻ്റെ ദൂതൻ വന്ന് ഇനി ഞാൻ പറയുമ്പോൾ മാത്രം ഇത് കലക്കും, നീ ചാടിക്കൊള്ളണം, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇതൊന്നും പറയുന്നില്ല. ഈ ദൂതനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഈ കുളത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇതുവഴി സൗഖ്യമുണ്ട് എന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് മുഴുവൻ വിട്ടിട്ട് അവനോട് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിൻ്റെ വഴി വേറെയാണ്, നിൻ്റെ സൗഖ്യത്തിൻ്റെ ഇടം വേറെയാണ്, നിന്നോടുള്ള എൻ്റെ സമീപനം വേറെയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, നീ വാ തുറന്നൊന്ന് പറയണം. ഇന്ന് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
38 ആണ്ടുകളല്ല, എത്ര കാലം കഴിഞ്ഞാലും ആർക്കും പരിഹരിക്കാനാവാത്ത മാരകമായ ഇത്തരം പ്രതിസന്ധികളുടെ അടിത്തറ കണ്ടെത്തി, കാര്യകാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ആ തിരിച്ചറിവിൽ നമുക്ക് ഈ വചനം ഏറ്റെടുത്തിട്ട് പറയാം, ആർക്കും സൗഖ്യമാക്കാനാവാത്ത ഇത്തരം വേദനകളുടെ കാര്യകാരണങ്ങളെ എന്നേക്കും ചികിത്സിക്കുന്ന ഗിലയാദിലെ വൈദ്യൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്കെന്തിന് ബെഥെസ്ദ, എനിക്കെന്തിന് ദൂതൻ്റെ കലക്കം, എന്തിന് ഈ കുളം കിടന്നിളകുന്നത് ഞാൻ കാണണം. ഇതിനെപ്പറ്റി ചരിത്രകാരൻ പറയുന്ന കാര്യം, ഈ ബെഥെസ്ദ കുളത്തിൻ്റെ അകത്ത് ചിലതരം ഉറവകളുടെ ഒരു സംവിധാനമുണ്ടായിരുന്നു. അതിങ്ങനെ കുതിച്ചു വന്ന് ഒന്നിളകുകയും ആളുകളിങ്ങനെ ചാടുകയും കരയ്ക്ക് വന്നിട്ട് സുഖപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ പറയുകയും ഈ കയറി വന്ന മനുഷ്യരെ പ്രദർശന വസ്തുക്കളാക്കി ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് കഴിഞ്ഞ നാളെല്ലാം ഇവന് സുഖമില്ലായിരുന്നു, ഇവൻ ഇന്നിതാ ബെഥെസ്ദയിൽ ചാടി സുഖപ്പെട്ടിരിക്കുന്നു, അവൻ്റെ വിമോചനത്തിൻ്റെ വഴി ഈ ബെഥെസ്ദയാണ്, ഇതാണ് അവനെ സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ബെഥെസ്ദയ്ക്ക് പരിഗണന കൊടുത്തുകൊണ്ട് ബെഥെസ്ദയെ പ്രകീർത്തിക്കുന്ന ഇടത്ത് ഇവിടെ ബെഥെസ്ദയിലും വലിയവൻ അടുത്തു വന്നിട്ട് പറയുക, നിന്റെ വിടുതലിൻ്റെ വഴി അതെന്താ? നിനക്ക് സൗഖ്യമാകണോ? നിനക്ക് സുഖപ്പെടണോ? ഒറ്റ കാര്യം, നിന്റെ ആവശ്യമെന്ത് അത് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. യേശു ബെഥെസ്ദ കുളത്തെയോ കുളത്തിൻ്റെ പിന്നിൽ പ്രചരിക്കുന്ന പ്രചാരവേലയോ അവിടെ വരുന്ന ദൂതനെയോ സംഘാടകരെയോ ഒന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. മാത്രമല്ല, അനവധി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ബെഥെസ്ദയുടെ അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറ തകർത്തിട്ട് സൗഖ്യത്തിൻ്റെ പുത്തൻ വഴി തൻ്റെ വചനത്തിലാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവനോട് പറയുക, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. എന്താ മനസ്സിലായി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ബെഥെസ്ദയുടെ വക്താവല്ല. എന്നിട്ടും നമ്മളീ പലരും ഇപ്പോഴും ബെഥെസ്ദ മിനിസ്ട്രി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യത്തിൻ്റെ പരിമിതി മനസ്സിലായോ? യേശു വെട്ടിക്കളഞ്ഞ സാധന, യേശു തട്ടിക്കളഞ്ഞ സാധന, യേശു നിരാകരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലിട്ട സാധന. അതുവഴിയല്ലെന്നേ നിൻ്റെ വിടുതൽ, അതുവഴിയല്ലെന്നേ നിൻ്റെ സൗഖ്യം, അതുവഴിയല്ലെന്നേ നമ്മുടെ വിമോചനം. ഇന്നും ആളുകളുടെ ഉള്ളിൽ നിന്ന് ഈ ചിന്ത അങ്ങോട്ട് മാറുന്നില്ല. ബെഥെസ്ദയോടുള്ള ഭക്തി നിമിത്തമല്ലേ? ബെഥെസ്ദയുടെ കുളം മുഴുവൻ അപ്രസക്തമാണെന്ന് തെളിയിച്ചുകൊണ്ട് ബെഥെസ്ദ എന്തോ സംഭവമാണെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ പറയുക, ഈ ബെഥെസ്ദയിലോ അവിടെ വ്യാപരിക്കുന്ന ദൂതനിലോ അവിടെ പറഞ്ഞു കേൾക്കുന്ന പല്ലവിയിലോ അല്ലാത്ത ഒരു സൗഖ്യം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ വാ, അതിന് ഞാനിവിടെ നിൽക്കുക. പരമവൈദ്യൻ ഇവിടെ നിൽക്കുക. ആ പരമവൈദ്യൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യോന്മുഖതയും കരുത്തുറ്റതാക്കി മാറ്റും, അത് കർമ്മനിരതമാക്കി മാറ്റും. അടിമുടി ഇതിനെ മാറ്റിയിട്ട് ഇതിന് ശേഷം ഈ ബെഥെസ്ദയുമായി ബന്ധപ്പെട്ട് ഒറ്റ ദൂതനും അവിടെ വന്നിട്ടില്ല. വരികയാണെങ്കിൽ ഇന്നും വരണ്ടേ? എന്നാൽ ഈ പണി ദൂതൻ നിർത്തിയത്. ക്ഷമിക്കണം, ഞാനിതിൻ്റെ പരിസരത്ത് ഒരു 7 വർഷം പല ആവർത്തിയായി പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. പോയി എന്ന് പറയാനൊന്നുമല്ല, ഇത് പഠിക്കാനും ഗ്രഹിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴും അവിടെ നിന്ന് വെള്ളമൊക്കെ ആളുകൾ കൊണ്ടുവരാറുണ്ട്. അവിടെ വെള്ളമില്ല, വെള്ളം കൃത്രിമമായിട്ട് പൈപ്പ് വഴി ഒഴുകിയാണ് ഈ ബെഥെസ്ദ നിലനിർത്തേണ്ട ഗതികേട് വന്നത്. കാരണം ഇങ്ങനെ കിടക്കുന്ന ചിന്തകളെ ഇന്നും ഒരു മാർക്കറ്റാണെന്ന്, ഇന്നും ചെല്ലുന്നവർക്ക് ഈ വെള്ളം അല്പം കോരിക്കൊണ്ട് പോരാമെന്ന് സർക്കാർ വെള്ളം അടിച്ച് ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുക. ആ വെള്ളം നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ അല്പം കുപ്പിക്കകത്തെടുത്തുകൊണ്ട് പോരും, നാട്ടിലേക്കൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ വെള്ളം വഴിയല്ല സൗഖ്യം. കാരണം ഈ വെള്ളം പറ്റിയിട്ട് സർക്കാർ യോർദാനിലെ വെള്ളമടിച്ച് പലയിടങ്ങളിൽ കയറ്റി, ഗലീലിയക്കടലിലെ വെള്ളം പലയാവർത്തി കയറ്റി പൈപ്പ് വഴി കൊണ്ടുവന്ന് ഇതിനകത്ത് നിറച്ച് അത് പൊക്കിയിട്ട് നമ്മുടെ അന്ധവിശ്വാസത്തെ പ്രകീർത്തനം ചെയ്യാൻ പിന്തുണയ്ക്കുകയാണെങ്കിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഇത്തരം പൊട്ടക്കിണറുകളെ വിട്ട്, ഇത്തരം ദൂതൻ്റെ കലക്ക് വിട്ട്, 38 വർഷം നിന്നെ പരിഗണിക്കാത്ത, ദയാവായി പൊട്ടുമില്ലാത്ത ഈ പരിസരം വിട്ട് ഇവിടുന്ന് ഒന്ന് എഴുന്നേൽക്കണം. ഈ സ്ഥലത്തിൻ്റെ പേരെന്തെന്നാ? അതാ പഠിക്കേണ്ടത്, ദയയുടെ ഭവനം. പക്ഷെ 38 വർഷം കിടന്നും പറയുക, ഒരു ദയയും ഇതെന്നോട് കാണിച്ചില്ല, ഒരു കരുണയും അതെന്നോട് കാണിച്ചില്ല, ഒറ്റ മനുഷ്യനും എന്നോട് അലിവ് തോന്നിയില്ല, ഒരാളും എന്നെ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഭാഷയിൽ ഒരു ഇഡിയംസ് അത് തന്നെ കടന്നുകൂടി. എന്താ? ലെയിം എക്സ്ക്യൂസ്, അതായത് മുടന്തൻ്റെ ന്യായം. മുടന്തൻ്റെ ന്യായം പറയുക,
ലാസ്റ്റ് 48 years ഐ വാസ് ഹിയർ. ഞാനിവിടെ ഉണ്ട് 48 വർഷം. എന്നോട് ആരും മനസ്സലിഞ്ഞില്ല. എനിക്കങ്ങോട്ട് ചെല്ലാൻ വയ്യ. എൻ്റെ മുന്നമേ ചില ചാടും. ഞാൻ അവഗണിക്കപ്പെട്ട് കിടക്കുക. ആർക്കും വേണ്ടാത്തവനായി 38 വർഷത്തെ വേദന ചുമന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പൂർണ്ണമായി യേശുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ യേശു ഒരൊറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒറ്റ ചോദ്യം. കർത്താവിൻ്റെ ചോദ്യമേ വളഞ്ഞ വഴിക്കുള്ള ചോദ്യമല്ല, നേരെയുള്ള ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യന് ഒറ്റ മറുപടി, യേസ് ഓർ നോ. ഒറ്റ മറുപടി. ഈ ഒറ്റ മറുപടി പറയാൻ ഇയാൾ ചങ്കുറപ്പ് കട്ടിയപ്പോൾ അത് എത്തിച്ചേർന്നതേ നൂറ്റാണ്ടുകളായി മനുഷ്യൻ പ്രകീർത്തിച്ച ബെഥെസ്ദ എന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറയും ആണിക്കല്ലും തകർത്തുകൊണ്ടാണെങ്കിൽ അതേ വചനം അതേ ശക്തിയോടെ അതേ കൃപയോടെ ഇന്ന് രാത്രി ഇവിടെയും വ്യാപരിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ, ദുരാചാരങ്ങളുടെ, അനാചാരങ്ങളുടെ അടിത്തറ തകർത്തുകൊണ്ട് ഇരുട്ടിൻ്റെ കൂടാരങ്ങളെ എന്നേക്കും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അന്ധകാരത്തിന്റെ കോട്ടകളെ ഇടിച്ചുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയായി, ദൈവത്തിന്റെ പ്രവൃത്തിയായി ഇന്നും വ്യാപരിക്കുന്നെങ്കിൽ ഈ ശബ്ദത്തിന്റെ ആവർത്തനം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിനോട് ഉത്തരം പറയാനാണ് നമ്മൾ കാതുകുർപ്പിച്ച് പിടിക്കേണ്ടത്, നാവ് ചലിപ്പിക്കേണ്ടത്, ഹൃദയം വിട്ടുകൊടുക്കേണ്ടത്. ബാധിക്കപ്പെട്ടിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന അത്തരത്തിൽ സമർപ്പണം ചെയ്യുന്ന ജീവിതങ്ങളുടെ സമർപ്പണത്തിലാണ് ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കരുത്തും ശക്തിയും നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയും.